ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വരുന്ന റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ടോട്ടൽ 56 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് ITI കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വരുന്ന റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിലാണ് ടോട്ടൽ 56ഓളം ഒഴിവുകളുമായി അപ്രന്റീസ്ഷിപ്പ് പോസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യം ഫിറ്റഡ് ട്രേഡിലേക്കാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 4 വേക്കൻസിയാണുള്ളത്. ST കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു 4 വേക്കൻസി വന്നിട്ടുള്ളത്. അടുത്തത് വെൽഡർ പോസ്റ്റിലേക്കാണ് 1 വേക്കൻസിയാണുള്ളത്. ST കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് മെഷീനിസ്റ്റ് പോസ്റ്റാണ്. ടോട്ടൽ 13 വേക്കൻസി ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 3, ST 2, OBC 8. അടുത്തത് പെയിൻറ്റർ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 15 വേക്കൻസി വന്നിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 9, SC കാൻഡിഡേറ്റ്സിന് 2, ST കാൻഡിഡേറ്റ്സിന് 2, OBC കാൻഡിഡേറ്റ്സിന് 2. അടുത്തത് കാർപ്പൻ്റർ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 3 വേക്കൻസി ഉണ്ട്. ST കാൻഡിഡേറ്റ്സിന് 2, OBC കാൻഡിഡേറ്റ്സിന് 1. അടുത്തത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 3 വേക്കൻസിയാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 1, ST കാൻഡിഡേറ്റ്സിന് 1, OBC കാൻഡിഡേറ്റ്സിന് 1. അടുത്തത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 7 വേക്കൻസിയാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 4, SC കാൻഡിഡേറ്റ്സിന് 1, OBC കാൻഡിഡേറ്റ്സിന് 2. അടുത്തത് ഇലക്ട്രോണിക് മെക്കാനിക് പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 9 വേക്കൻസിയാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 5, SC കാൻഡിഡേറ്റ്സിന് 1, ST കാൻഡിഡേറ്റ്സിന് 1, OBC കാൻഡിഡേറ്റ്സിന് 2. അടുത്തത് AC ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക് പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 1 വേക്കൻസിയാണുള്ളത്. ST കാൻഡിഡേറ്റ്സിനാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ 56 വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ SSLC മാർക്കിൻ്റെയും ITI മാർക്കിൻ്റെയും ബേസിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത്. അപ്പോൾ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 15 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. SC/ST കാൻഡിഡേറ്റ്സിന് 5, OBC കാൻഡിഡേറ്റ്സിന് 3, മറ്റ് വിഭാഗക്കാർക്കൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും 50% മാർക്കോട് കൂടിയുള്ള 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇഷ്യൂ ചെയ്തിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. എന്നാൽ SC/ST PWD വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.rcf.indianrailways.gov.in എന്ന വെബ്സൈറ്റിലൂടെ വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസും ബയോഡേറ്റയും മറ്റു വിവരങ്ങളും എല്ലാം ഫിൽ ചെയ്യുക. മെട്രിക്കുലേഷനിലോ ഈക്വലന്റ് ക്വാളിഫിക്കേഷനിലോ കൊടുത്തിട്ടുള്ള പേരും ഫാദേഴ്സ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും തന്നെ ആയിരിക്കണം ഇതിലും കൊടുക്കേണ്ടത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപേക്ഷ അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പറും വേണം കൊടുക്കുവാൻ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്ത് വെക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുമാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 മാസത്തിനുള്ളിൽ എടുത്ത കളർ ഫോട്ടോഗ്രാഫ്സും സിഗ്നേച്ചറിൻ്റെയും സ്കാനഡ് കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/1/2022 വരെയാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവരുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.